പാഠം 1080 തൊഴിലാളി ദിന ചിന്തകൾ. 2050 ആണ്ടോടെ കേരളം ഇല്ലാതാകുമെന്ന് ഒരു പഠനം സൂചിപ്പിക്കുന്നു. ഈശ്വര, കേരളം ഉൾപ്പെടെയുള്ള 100ഓളം കടലോര പ്രദേശങ്ങൾ 2050 ആണ്ടോടുകൂടി നാമാവശേഷമാകുമെന്ന് ഒരു പഠനത്തിൽ സൂചിപ്പിക്കുന്നു. അശാസ്ത്രീയമായ വികസന പ്രവർത്തനങ്ങളും പരിസ്ഥിതി വനനശീകരണവുമാണ് കേരളത്തെ നാശത്തിലേക്ക് നയിക്കുന്നത്. ഭാമേ, നീ ഇത് വായിച്ചോ? 33 വർഷങ്ങൾക്കുള്ളിൽ കേരളം ഇല്ലാതായി പോകുമെന്ന്. അന്തരീക്ഷ മലിനീകരണവും വനനശീകരണവും കൊണ്ട് ഈ നാട് നശിക്കുമെന്ന് എന്നെ പോലെ വിവരമുള്ള ആൾക്കാർ പറഞ്ഞപ്പോഴൊക്കെ നിങ്ങൾക്ക് തമാശയായിരുന്നല്ലോ. ഇപ്പൊ മനസ്സിലായോ? അത് 100% ഉറപ്പൊന്നുമില്ലല്ലോ. ഇപ്പോഴത്തെ അവസ്ഥയിലാണ് പോകുന്നതെങ്കിൽ 100% അല്ല, 101% ഉറപ്പാ. അങ്ങനെയെങ്കിൽ അങ്ങനെ. എന്തായാലും ഒരു ദിവസം എല്ലാം അങ്ങ് തീരുമല്ലോ. അതിനിപ്പോ പേടിച്ചോണ്ടിരുന്നിട്ട് കാര്യം. നീയും നിന്നെ പോലുള്ളവരും നിങ്ങളെപ്പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. നിങ്ങൾ ജനിച്ചു, ജീവിച്ചു, അത് മതി. ഇനി വരുന്ന തലമുറകൾ കൂടി ഇവിടെ ജീവിക്കണം എന്ന ചിന്തയില്ലാത്ത സ്വാർത്ഥന്മാരായതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കുന്നത്. ഇനി ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് സ്വന്തം നാടായ കേരളത്തിൽ ജീവിക്കാൻ പറ്റാതെ അന്യനാട്ടിൽ പോയി കഴിയേണ്ടി വരുന്ന ഒരു അവസ്ഥ നീ ഒന്ന് ആലോചിച്ചു നോക്ക്. ഇന്നു മുതലെങ്കിലും എല്ലാരും കൂടി ശ്രമിച്ചാൽ ചിലപ്പോ നമുക്ക് നമ്മുടെ നാട് രക്ഷിക്കാൻ പറ്റും. പക്ഷെ അതിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രം. പാടില്ല, AC പാടില്ല, ഫ്രിഡ്ജ് പാടില്ല, ഇതൊക്കെയല്ലേ? എല്ലാം കുറയ്ക്കണം. അതുപോലെ വനങ്ങൾ നശിപ്പിക്കരുത്. പുതിയ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. അതെല്ലാം നല്ല കാര്യങ്ങളാ. ഗോവിന്ദൻകുട്ടി ഇങ്ങോട്ട്. ഞാൻ പറഞ്ഞിട്ട് വരുന്ന എന്തിന്? അത് ഗോവിന്ദൻകുട്ടി വരുമ്പോ അറിയാം. പിടിച്ചോ. നമസ്കാരം സാർ. നമസ്കാരം. വാങ്ങിച്ചു. അതെന്താ? ജോണിക്കുട്ടിയുടെ കടയിൽ നിന്ന് ചിക്കൻ വാങ്ങിയതാ മോനട്ടാ. പിന്നെ ബഷീർക്കയുടെ കടയിൽ നിന്ന് കുറച്ച് മീനും വാങ്ങിച്ചു. പൈസ ഞാൻ കൊടുത്തോളാം. ശരിയപ്പോ. എന്തിനാണ് ഇതെല്ലാം കൂടി? എന്തായാലും കേരളം ഇല്ലാതാവാൻ പോലെ അതിനു മുന്നേ വായ്ക്ക് രുചിയായിട്ട് നമുക്ക് വല്ലതും കഴിക്കാം. മെയ് ദിനമായിട്ട് ഇന്ന് ആഫീസിലൊന്നും പോകണ്ടല്ലോ. അതായിരിക്കും വക്കീൽ ഇറച്ചി മീനൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞത്. വരട്ടെ സാറേ. മെയ് ദിനം ആഘോഷിക്കാനാണ് നീ കോഴിയിറച്ചി മീനൊക്കെ വാങ്ങിയെന്ന് ഗോവിന്ദൻകുട്ടി പറയുന്നത് കേട്ടു. എനിക്കത് മനസ്സിലായില്ല. എന്ത്? ഒരു ദിവസം 8 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് 1886 മേയിൽ അമേരിക്കയിലെ ചിക്കാഗോ എന്ന സ്ഥലത്ത് തൊഴിലാളികൾ പ്രകടനം നടത്തി. അങ്ങനെ പ്രകടനം നടത്തിയ തൊഴിലാളികൾക്കെതിരെ പോലീസ് നടത്തിയ വെടിവയ്പിൽ നിരവധി തൊഴിലാളികൾ കൊല്ലപ്പെട്ടു. ആ സംഭവത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് 1906 മുതൽ ലോകം മുഴുവനും മെയ് 1 തൊഴിലാളി ദിനമായി ആചരിക്കുന്നത്. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് മെയ് ദിനം എന്നുള്ളത് ചുരുക്കം. തൊഴിലാളി ദിനവും കോഴിയിറച്ചി തമ്മിൽ എന്താണ് ബന്ധം? തൊഴിലാളി ദിനവും കോഴിയിറച്ചി തമ്മിൽ ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? പിന്നെ നീ ഇറച്ചി മീനൊക്കെ വാങ്ങിയത്? അതാ തിന്നാൻ. തിന്നാനാണെന്ന് മനസ്സിലായി. നമ്മൾ രണ്ടുപേരും മാത്രമുള്ള ഒരു വീട്ടിൽ ഇത്രയും മീൻ ഇറച്ചൊക്കെ വാങ്ങിക്കൂട്ടേണ്ട കാര്യം എന്തായിരുന്നു? ഇതിനൊക്കെ പൈസ കൊടുക്കണ്ടേ? മോഹനായിട്ട് നീ പറച്ചിൽ കേട്ടിട്ടുണ്ട്. ഞാൻ എന്തോ സ്വർണ്ണം വെള്ളി വാങ്ങിച്ചോണ്ട് വന്നിരിക്കാൻ തോന്നൂലോ. വായിക്ക് രുചിയായിട്ട് വല്ലതും കഴിക്കാന്നുള്ളതേ മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്റെ മോനട്ടാ. അപ്പൊ അതിനുള്ള സാധനങ്ങൾ ഞാൻ വാങ്ങി, അത്രേ ഉള്ളൂ. ഭക്ഷണം കഴിക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. ഇത്രയും സാധനം ഒരു ദിവസം തന്നെ വാങ്ങിക്കൂട്ടുന്നതിനാ? മോഹനയുടെ പത്രത്തെ വായിച്ചില്ലേ 2050 കേരളത്തിന് പണി തീരുമെന്ന്? പിന്നെ ആകുള്ളത് 33 കൊല്ലമല്ലേ. അത് കഴിഞ്ഞിട്ട് പൈസ പിന്നെ സൂക്ഷിച്ചു വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് അതുവരെ വയറു നിറവില് വായിച്ചു കഴിക്കാന്നേ. ഇങ്ങനെ കിട്ടുന്ന മുഴുവൻ മനുഷ്യരെ കഴിക്കാനാണെങ്കിൽ 33 വർഷമൊന്നും വേണ്ട, 3 വർഷം പോലും ജീവിച്ചിരിക്കില്ല.
മോഹനേട്ടാ, ജീവിതം എന്ന് പറയുന്നത് ആസ്വദിക്കാനുള്ളതാണ്. എപ്പോഴും സന്തോഷമായിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ബുദ്ധിയുള്ളവർ സാധാരണ ചെയ്യാറുള്ളത്. നമുക്കാണ് പൈസയ്ക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. മോഹനേട്ടന് നല്ല ശമ്പളമുണ്ട്. എനിക്കാണെങ്കിൽ തരക്കേടില്ലാത്ത ഫീസും കിട്ടുന്നുണ്ട്. സ്വന്തമായിട്ടൊരു വീടുണ്ട്, അത് വാടകയ്ക്ക് കൊടുത്ത് കിട്ടുന്ന കാശുമുണ്ട്. പോരാത്തിന് മോഹനേട്ടന്റെ ബാങ്കിൽ ഇഷ്ടം പോലെ കാശും. ഇനിയുള്ള കാലം വയറ് നിറയെ വല്ലതും കഴിച്ച് ഒരു നല്ല കാറൊക്കെ വാങ്ങി എല്ലായിടത്തും യാത്ര ചെയ്തങ്ങ് ജീവിക്കാം. കൊള്ളാം. അപ്പൊ കോഴിക്കറിയിലും മീനിലും ഒന്നും തീരുന്നില്ല നിന്റെ ഉദ്ദേശങ്ങൾ. നീ കാറ് വാങ്ങണം. പിന്നെന്താ വേണ്ടത്? കാറ് വാങ്ങുക പിന്നെ അടുത്ത കാലത്തൊന്നും ഞാൻ പുതിയ ആഗ്രഹമൊന്നും പറയില്ല. ആമേ, കാറ് വാങ്ങണം കാറ് വാങ്ങണം നീ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയി. ഇതുവരെ നടന്നോ? ഇല്ല. ഇനിയും അത് നടക്കാൻ പോകുന്നില്ല. നീ ഇറച്ചിയും മീനും വാങ്ങിയത് എന്തിനാണെന്ന് പറയൂ. അതാണല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. അതിനുള്ള മറുപടി ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു. തിന്നാൻ. നമസ്കാരം ഡോക്കിലെ. നമസ്കാരം. മെയ്തിനായിട്ടൊന്ന് കോടതി വക്കീലാഫീസൊന്നും ഇല്ലല്ലോ. അതോത്തമ മെയ്ദിനത്തിൽ കോടതിയും വക്കീലാഫീസും ഒക്കെ മാഞ്ഞു പോകൂ. അതൊക്കെ അവിടെ തന്നെയുണ്ട്. ഇന്ന് അവധിയാണ്, ഇന്ന് മാത്രം. ഓ, കോമഡി കോമഡി കോമഡി. വക്കീലെന്ന് ഭയങ്കര കോമഡി ആണല്ലോ. അപ്പൊ ഇന്ന് സാറും വക്കീലും തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടായില്ല എന്ന് ചുരുക്കം. ആര് പറഞ്ഞു വഴക്കുണ്ടായില്ലെന്ന്? രാവിലെ കുറച്ച് ഇറച്ചി മീനും വാങ്ങിയതിന്റെ പേരിൽ മോഹനേട്ടനെ സമാധാനം തെറ്റിയിരിക്കില്ല അവിടെ. വന്ന് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങുന്ന പോലെ ഈയിടെയായിട്ട് വലിയ ഓഫീസർക്ക് പിടിക്കുന്നില്ല. എന്തായാലും 33 കൊല്ലം കഴിയുമ്പോ കേരളം കാണില്ലെന്നല്ലേ പറഞ്ഞത്. അപ്പൊ പിന്നെ കയ്യിലുള്ള കാശ് കൊണ്ട് വല്ലതും ഉണ്ടാക്കി കഴിക്കുന്നല്ലേ ബുദ്ധി. 33 കൊല്ലം കഴിയുമ്പോ കേരളം എവിടെ പോകും? അതൊന്നും എനിക്കറിയില്ല. മോഹനോട് ചോദിച്ചാൽ കാര്യം പറഞ്ഞു. അല്ല സാർ എവിടെ കണ്ടില്ല. 2 കിലോ കോഴിയിറച്ചിയുടെയും 1 കിലോ മീനും ഉണ്ടാക്കിയേക്കാവുന്ന സാമ്പത്തിക നഷ്ടത്തിന്റെ കണക്ക് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കോഴിയിറച്ചി മീനും ഉണ്ടെങ്കിൽ എന്തോ കാര്യമായ വിശേഷം ഉണ്ടല്ലോ. വീട്ടിലാരെങ്കിലും വരുന്ന ഉണ്ട്. കുറച്ചു നാളായിട്ട് സത്യപാലന വിദ്യാലക്ഷ്മി എന്റെ പുറകെ നടന്നുകൊണ്ടിരിക്കുകയാണേ. അവർക്കൊരു സദ്യ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് മിനിഞ്ഞാൻ അവരതങ്ങ് കടിപ്പിച്ചു. ഭാമേ, തിങ്കളാഴ്ച അവധിയാ. എന്താ പരിപാടി? എന്തു പരിപാടി? എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകിട്ട് വരെ കേസും ബഹളവും ഒക്കെയാ. തിങ്കളാഴ്ച അവധിയല്ലേ? അവധി കിട്ടുമ്പോ ശരിക്കും അത് ആഘോഷിക്കണമെന്നാ വിവരമുള്ളവര് പറയുന്നത്. നിങ്ങൾക്കൊക്കെ ആഘോഷിക്കാം. എനിക്കാണെങ്കിൽ ഒരു ദിവസം അവധി കിട്ടിയിട്ടുണ്ടെങ്കിൽ അന്ന് പിടിപ്പത് ജോലി ഉണ്ടാവും. ഇതൊക്കെ ഓരോതരം ഒഴിവുകേട് പറയലാണ്. ഒരു വീട്ടിലാവുമ്പോ എന്തെങ്കിലുമൊക്കെ ജോലി എല്ലാവർക്കും കാണും. വേണോന്ന് വെച്ചാൽ തൽക്കാലത്തേക്ക് അതൊക്കെ മാറ്റിവെക്കാം. മാറ്റിവെച്ചാലും ഞാൻ തന്നെ അതെല്ലാം ചെയ്യണ്ടേ? ഞാനൊരു ഉഗ്ര പറയട്ടെ. തിങ്കളാഴ്ച ഞാനും സത്യപാലനും കൂടി ഭാമയുടെ വീട്ടിലേക്ക് വരാം. ഗുമസ്തൻ മത്തായി ചേട്ടനെ കൂടി കൂട്ടാം. ഒരു 11 മണിയാവുമ്പോ ഞങ്ങൾ വരാം. ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് ഒരു 4 മണിയാവുമ്പോ തിരിച്ചു പോവാം. അല്ല, അത് അങ്ങനെ പറഞ്ഞ ഒരു തടസ്സവും പറയണ്ട. നിങ്ങളുടെ വീട്ടിൽ വിളിച്ച് ഇതുവരെ ഞങ്ങൾക്ക് ഒരു ഊണ് തന്നിട്ടില്ലല്ലോ. തിങ്കളാഴ്ച എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് വരും. മോഹനേട്ടൻ ഞാനൊന്ന് ചോദിക്കട്ടെ. ഇതൊക്കെ എന്ത് ചോദിക്കാനാ? എന്റെ വീട്ടിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും വരണോന്ന് തോന്നിയാ അങ്ങ് വന്നേക്കണം. അല്ലാതെ വിളിച്ച അനുവാദം ചോദിക്കാൻ നിൽക്കണം. അതെ അതെ. സത്യഭാമ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന കറി ഇവിടെ വെച്ച് രുചിച്ചു നോക്കുമ്പോ തന്നെ ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമാ. അപ്പൊ പിന്നെ വീട്ടിൽ വന്ന് വിസ്തരിച്ചുണ്ടാ എന്തായിരിക്കും രസം അല്ലേ? അയ്യോ, ഒരു മാറ്റമില്ല, ഞങ്ങൾ വരും. ഇനി അതിന് തടസ്സം പറയാൻ നിൽക്കണ്ട. നമ്മൾ അങ്ങനെ തന്നെ തീരുമാനിക്കും. പിന്നൊരു കാര്യം, സത്യഭാമയുടെ ആ വറുത്തരച്ച കോഴിക്കറിയും പുളിയിട്ട് വയ്ക്കുന്ന മീൻകറിയും ഉണ്ടല്ലോ, അത് നിർബന്ധമായും വേണം. ആണല്ലേ? ഞാൻ എന്റെ ജീവിതത്തിൽ അത്രയും ടേസ്റ്റുള്ള മീൻകറിയും ഇറച്ചിക്കറിയും കഴിച്ചിട്ടേ ഇല്ല. ഇപ്പോഴും നോക്കി വെള്ളം ഊറുവാ. ഓ,
അപ്പൊ ആ സംഗതി അതാണ്. വക്കീലന്മാരെല്ലാം കൂടെ ഉച്ചയ്ക്ക് വരും, അതാണ് സംഭവം. അവരൊക്കെ ആദ്യമായിട്ട് വരികയല്ലേ ഉത്തമ. അപ്പൊ പിന്നെ നമ്മൾ മോശമാക്കാൻ പാടില്ലല്ലോ. ഞാൻ അതിനൊരു തയ്യാറെടുപ്പില്ല. ഞാന് സാറിനൊന്ന് കാണാൻ വേണ്ടി വന്നാണ്. സാറ് ചൂടിലാണ്? തീർച്ചയായിട്ടും ആയിരിക്കുമല്ലോ. ഉത്തമൻ ധൈര്യം അടിച്ചെന്നുള്ളൂ, എന്നിട്ട് കൈയോടെ മേടിച്ചോളൂ. സാറേ, സാറേ, ഉത്തമൻ. നമസ്കാരമുണ്ട് സാർ. നമസ്കാരം. മെയ് ദിനമാണല്ലോ, സാറിന് അവധിയാണല്ലോ എന്നൊക്കെ ഓർത്താണ് ഇങ്ങോട്ട് വന്നത്. വന്നപ്പോഴല്ലേ അറിഞ്ഞത് അതിഥികൾ ഒരുപാട് പേരുണ്ടെന്ന്. സാധാരണ ഇവിടെ അങ്ങനെയൊന്നും കാണാത്തതാണല്ലോ. അതിഥികളോ? സാറിനെ ഒന്നും ഒളിക്കാനും നോക്കണ്ട. വിദ്യാലക്ഷ്മി വക്കീല്, സത്യപാലൻ വക്കീലും ഒക്കെ ഇന്ന് ഇങ്ങോട്ട് വരുന്നെന്ന് വക്കീൽ ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞേ ഉള്ളൂ. ഈ വക്കീൽ ഓഫീസിലുള്ളവരെയൊന്നും ഇങ്ങോട്ട് വിളിച്ച് ഊണ് കൊടുക്കുന്നത് പതിവല്ലല്ലോ. ഓ, അത് ശരി. കുടുംബം നശിപ്പിക്കണമെന്ന് പറഞ്ഞ ഒരാൾ ഇറങ്ങി തിരിച്ചാൽ ഇതിനപ്പുറം നടക്കും. പിന്നെ സാറേ, നമ്മുടെ പുരുഷോത്തമ സാറ് ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ അപേക്ഷ തന്നിട്ടുണ്ട്. ഇപ്പൊ എന്നെ കണ്ടപ്പോ വിളിച്ച് തന്നതാണ്. ഞാൻ രാവിലെ ആഫീസിൽ കൊണ്ടുവന്ന് തരാം. 2 ദിവസത്തിനകം സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുമെന്ന് പുരുഷോത്തമ സാറ് സാറിനോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ എന്താണ് സാറേ പ്രശ്നം? ഉത്തമൻ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നത് എന്തിനാണ്? ഈ പൈസ ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാ നമ്മുടെ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി. നമ്മുടെ ഓരോരോ ആവശ്യങ്ങൾക്കായി. അതായത് ഉത്തമനും അമ്മയ്ക്കും അനിയത്തിമാരുടെ ഒക്കെ ആവശ്യങ്ങൾക്കായിട്ട്. അങ്ങനെ തന്നെ സാർ. അല്ലാതെ വഴിയെ പോകുന്ന വായു നോക്കിയൊക്കെ രുചിയുള്ള ആഹാരം ഉണ്ടാക്കി കൊടുക്കാനാണോ? അങ്ങനെയൊക്കെ പറഞ്ഞ പിന്നെ ഞാൻ കുടുംബം നശിപ്പിക്കാൻ ആളുകൾ തീരുമാനിച്ച പിന്നെ എന്ത് ചെയ്യും? ഇത്രയും കാലത്തിനിടയ്ക്ക് എന്റെ ഓഫീസിൽ നിന്ന് ആരെങ്കിലും ഈ വീട്ടിലേക്ക് എന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടോ? വലിച്ചെടുത്തിട്ട് പിന്നെ സാർ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പുരുഷോത്തമ സാറിന്റെ കാര്യം. വരണ്ടായിരുന്നു എന്റെ അമ്മോ. എന്താണ് നിന്റെ ഉദ്ദേശം? ഉള്ളി വിളിക്കുന്നു. സത്യപാലനും വിദ്യാലക്ഷ്മിക്കും കൊടുക്കാനാണോ നീ അന്യായ വില കൊടുത്ത് ഇറച്ചിയും മീനൊക്കെ വാങ്ങി വെച്ചിരിക്കുന്നത്? ആണെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. ഭാമയെ നമ്മൾ അധ്വാനിക്കുന്ന കാശ് കൊണ്ട് അവർക്ക് സദ്യ ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യം എന്താണ്? സത്യപാലനും വിദ്യാലക്ഷ്മി എന്റെ കൂടെ ജോലി ചെയ്യുന്ന 2 ആളുകളാണെന്ന് മോണിറ്റർ അറിയാലോ. എത്ര വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുക. എന്നിട്ട് ഇതുവരെ അവരെ ഒന്ന് വിളിച്ചു വരുത്തി ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ എനിക്ക് പറ്റിയോ? ഇല്ല. ഇന്നത്തെ കാര്യം ഞാൻ തീരുമാനിച്ചതല്ല, സത്യപാലനും വിദ്യാനെ നിർബന്ധിച്ചു. ഒരുപാട് നിർബന്ധിക്കുമ്പോ സമ്മതിക്കാതെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ സമ്മതിക്കാൻ പാടില്ല. എനിക്കൊരു ഓഫീസ് ഉണ്ടല്ലോ, അവിടെയും ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അതും ഒരുപാട് വർഷങ്ങളാവുകയും ചെയ്തു. അവർ ഒരാളെങ്കിലും ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടോ? ആമേ, ആഫീസുള്ളവർ ആഫീസിൽ ഇരിക്കണം, വീട്ടിലുള്ളവരാണ് വീട്ടിലേക്ക് വരേണ്ടത്. ഇത് മോനേട്ടന്റെ ന്യായമല്ലേ? നമ്മുടെ നാട്ടിൽ നടപ്പ് അങ്ങനെയൊന്നും അല്ല എന്റെ മോനേട്ടാ. പരിചയക്കാര് സുഹൃത്തുക്കളൊക്കെ ആര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയെന്നിരിക്കും. വേണ്ടപ്പെട്ടവരെ വിളിച്ച് ഭക്ഷണം കൊടുക്കുന്നത് ഒരു മര്യാദയാണ്. അത് മര്യാദയല്ല, ധൂർത്താണ്. ഞാൻ ഇതുവരെ സ്വയംപ്രഭയുടെയോ കാഞ്ചനയുടെ വീട്ടിൽ പോയിട്ടുണ്ടോ? ഉണ്ടോ? ആരെങ്കിലും എനിക്ക് സത്യം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? പിന്നെന്തിനാ സത്യപാലൻ നിന്നോട് അങ്ങനെ പറഞ്ഞത്? നീ എന്തിനാ കേൾക്കുന്നത്? ഓ, സത്യപാലൻ ഒരു ദിവസം ഇവിടുന്ന് ഭക്ഷണം കൊടുത്താൽ എന്തുണ്ടാവും മോനോട് പറയുന്നത്? അവനൊരു പെരുവയറാണ്. അവന്റെ വയറുടച്ച വല്ലതും കഴിക്കണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള പട്ടിണി നടക്കേണ്ടി വരും. ഒരാളെ പറ്റി വെറുതെ വേണ്ടതിനെ പറയല്ലേ. ഞാൻ പറഞ്ഞ കാര്യം സത്യപാലനും വിദ്യാലക്ഷ്മി ഈ വീട്ടിൽ വരുന്ന എനിക്ക് ഇഷ്ടമല്ല. ഇത് മോനേട്ടനെ മാത്രം വീടല്ലോ, എന്നെ കൂടെ വീടല്ലേ. അപ്പൊ എനിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഇവിടെ വന്നിരിക്കും. വേണ്ട, എന്നോട് വാശി വേണ്ട. സത്യപാലനും വിദ്യാലക്ഷ്മി ഈ വീട്ടിൽ വന്നു കയറിയാ എന്താ വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് പിന്നെ വളരെ കുറഞ്ഞ കാര്യമില്ല. ഒരു വിരുന്നുകാർ വന്നിരിക്കുന്നു. എന്താ മോനേട്ടന്റെ ഉദ്ദേശം? മോഹനേട്ടൻ എന്താ ചെയ്യുക എന്ന് കാണാന്ന് പറഞ്ഞു ഇങ്ങോട്ട് പോന്നല്ലോ. മോനേട്ടൻ എന്ത് ചെയ്യാനാ പരിപാടി? ഇത് നിന്റെ വീടാണ്, ഇവിടെ നിനക്ക് ഇഷ്ടമുള്ളവരെയൊക്കെ വിളിച്ച് ഊട് കൊടുക്കുമെന്നാണല്ലോ നീ പറഞ്ഞത്. ഇത് എന്റെയും വീടാ. ഇവിടെ വരുന്നവരോട് എന്ത് പറയണം, എങ്ങനെ പെരുമാറണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാ. ഓ, അപ്പൊ അതാണല്ലേ ഉദ്ദേശം. വിദ്യ സത്യപാലനം വരുമ്പോ എന്തെങ്കിലും വൃത്തികേട് പറഞ്ഞ ആളാവാനാണ് പരിപാടിയെങ്കിൽ എനിക്കൊന്നും വരാനില്ല. മോഹനേട്ടൻ അലമ്പുണ്ടാക്കുമ്പോ ഞാൻ മിണ്ടാതിരിക്കും.
അത് കഴിഞ്ഞ് വിദ്യയെ സത്യപാലനം നാട് നീളെ കാണുന്ന ആളുകളോടൊക്കെ സംഭവം പറയും. സത്യഭാമ വിളിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോ മോഹനകൃഷ്ണ സാർ ഞങ്ങളോട് മോശമായിട്ട് പെരുമാറി എന്നായിരിക്കും അവരെല്ലാരോടും പറയുക. എനിക്കെന്ത്? എനിക്കൊന്നും വരാനില്ല. മോഹനേട്ടന്റെ മാനം പോവും, അത്രേ ഉള്ളൂ. സത്യപാലന്റെ സ്വഭാവം അറിയാലോ, ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കാൻ മിടുക്കനാ. അപ്പൊ പിന്നെ ശരിക്കൊരു കാര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നാളെ മുതലേ തലയും മുണ്ടിട്ടേ മോഹനോട് നടക്കാൻ പറ്റുള്ളൂ. പറഞ്ഞല്ലേ, ഞാനൊന്നും പറയില്ല. എങ്കിൽ നല്ലത്. പക്ഷെ എനിക്ക് പലതും പ്രവർത്തിക്കാൻ പറ്റും. എന്ത്? എന്റെ പൈസ കൊടുത്ത് വാങ്ങിയ കോഴിയിറച്ചി ഞം പറഞ്ഞ് കഴിച്ചാൽ സത്യമായി അതിന്റെ വിവരം എന്താണെന്ന് പിന്നീട് അറിയൂ. എനിക്ക് മനസ്സിലായില്ല. ഒരു സംശയം വേണ്ട ഭാമയെ, ഞാൻ അതിനകത്ത് സോപ്പ് പൊടിയേറും. ഇനി മേൽ സത്യപാലൻ ഈ വീട്ടിൽ നിന്നല്ല, ഈ വില്ലേജിൽ പോലും വരില്ല. എന്തൊരു സ്വഭാവം എന്റെ മോനട്ടാ. പിശുക്ക് മൂത്ത് കാശ് മിച്ചം പിടിക്കാൻ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇതല്ലല്ലോ, പിശുക്ക് മൂത്ത് പരാതായി പോയതല്ലേ. ഞാൻ പറഞ്ഞത് മനസ്സിലായി. വേണ്ട, ഇങ്ങനെയൊന്നും അല്ല ജോലി സ്ഥലത്തുള്ളവരോട് പെരുമാറേണ്ടത്. നീ അല്ലേ സീനിയർ വക്കീല്? അങ്ങനെയുള്ള നീ എന്തിനാ വെറുതെ അവരെയൊക്കെ വീട്ടിൽ വിളിച്ചു വരുത്തുന്ന കാര്യം? അവരോടൊക്കെ അങ്ങനെ പെരുമാറേണ്ട കാര്യം എന്താ? മുതിർന്ന ആളുകൾ മുതിർന്നവരെ പോലെ പെരുമാറണം. ഈ വർത്താനം കേട്ട നമ്മുടെ വീട് അവർക്ക് എഴുതി കൊടുക്കാണെന്ന് തോന്നും. ഇത് ഒരു തരത്തെ ഭക്ഷണത്തിന്റെ കാര്യമല്ലേ ഉള്ളൂ. ആ പരിസരത്ത് അത്രയും ദൂരം കൊടുക്കാൻ പാടുള്ളൂ. അതാണെന്ന് പോയി നോക്ക്. എനിക്ക് അടുക്കള കുറെ പണിയെടുപ്പുണ്ട്. ഉച്ചക്കത്തേക്ക് എല്ലാം ശരിയാവണമെങ്കിലേ ഞാൻ ശരിക്കും മെനക്കെടേണ്ടി വരും. കണ്ണു ഉറപ്പിച്ച് നോക്കണ്ട, പോയി നോക്ക് അതാരാണെന്ന്. വല്യമാമൻ അമ്മാവാ, ഇത് ഭയങ്കര അത്ഭുതമായി പോയല്ലോ. ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല. ഭാമേ, ഭാമേ, ഇത് ആരാ വന്നിരിക്കുന്നു നോക്ക്. വല്യമ്മ വന്നിട്ടുണ്ട്. ഭാമേ, അതിന് നീ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്ന എന്തിനാ? നിന്റെ ബഹളം കേട്ടാ ഞാനെന്തോ ഉപദ്രവിക്കാമെന്നും തോന്നൂലോ. അല്ല, പെട്ടെന്ന് വല്യമാമനെ കണ്ടപ്പോ ഞാൻ അന്തം വിട്ടുപോയി. സത്യം പറഞ്ഞാൽ ഇന്നലെ രാവിലെ കൂടി ഞാൻ ആലോചിച്ചേ ഉള്ളൂ അമ്മാവനൊന്ന് വിളിക്കണം എന്ന്. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോ അമ്മാവനെ കാണാനും പറ്റിയില്ല. ഇനിയിപ്പോ അടുത്ത ഓണത്തിന് മുമ്പ് അങ്ങോട്ട് വരാനും പറ്റില്ല. എനിക്കും തിരക്കാണ്, ഭാമയ്ക്കും തിരക്കാണ്. അങ്ങനെയുള്ളപ്പോ പിന്നെ നമ്മള് നീ ഇങ്ങനെ പറയാനുള്ളതെല്ലാം ഒറ്റയടിക്ക് പറഞ്ഞാ നിനക്കും ശ്വാസം മുട്ടും, കേൾക്കുന്ന എനിക്കും ശ്വാസം മുട്ടും. ഭാമേ, നോക്ക്, വല്യമാമൻ. യവൻ ഈ പറയുന്ന കേട്ടാ ഞാൻ എന്തോ ആകാശത്ത് നിന്ന് പൊട്ടി വീണാന്ന് തോന്നും. ഞാൻ വരുന്ന കാര്യം പറഞ്ഞ് ഇന്നലെ വിളിച്ചതല്ലേ, പിന്നെന്താ കുഴപ്പം? വല്യമാമൻ വിളിച്ച കാര്യം ഞാൻ മോഹനോട് പറഞ്ഞില്ലായിരുന്നു. ഒരു സസ്പെൻസ് ആവട്ടെ എന്ന് കരുതി. ചുമ്മാതല്ല ഇവൻ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നത്. എനിക്ക് ടൗണിൽ ഒരാളെ കാണാനുണ്ട്, അതിന് വന്നതാ. രാവിലെ തന്നെ വരുമെന്ന് പറഞ്ഞ് ഇന്നലെ ഞാൻ മോളെ വിളിച്ചിരുന്നു. അമ്മാവ കയറിയിരിക്കെ, ഞാൻ ചായ എടുക്കാം. എന്ത് പറ്റി? അമ്മ വിളിച്ചായിരുന്നു, പറയാറുണ്ട് എന്താ? എന്തിന്? അമ്മാവ് വരുന്ന കാര്യം മോഹനേട്ടനായിരുന്നു അറിയേണ്ടതെങ്കിൽ അമ്മാവ് മോഹനേട്ടനെ വിളിച്ചേനെ. വിളിച്ചത് എന്നെ ആയത് അറിയേണ്ടത് ഞാനായത് കൊണ്ടല്ലേ. അമ്മാവൻ എന്നെ വിളിച്ച് കാര്യം പറഞ്ഞു. ഞാൻ അതിനനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തു. ഉച്ചയൂണിന് അമ്മാവൻ ഉണ്ടാവും പറഞ്ഞുകൊണ്ട് അമ്മാവൻ ഇഷ്ടപ്പെട്ട കോഴിക്കറിയും മീൻകറിയും ഉണ്ടാക്കുന്നു. അപ്പൊ മറ്റേ സത്യപാലനും വിദ്യാലക്ഷ്മിയൊക്കെ അവരാരും വരുന്നില്ല എന്റെ മോനേട്ടാ. ഞാൻ ഉത്തമന്റെ അടുത്ത് ചെറിയൊരു നമ്പർ ഇറക്കിയതല്ലേ, അത് അതുപോലെ തന്നെ മോഹനേട്ടന്റെ അടുത്ത് പറയുന്നുള്ള കാര്യം എനിക്കറിയാലോ. പിന്നെ സത്യപാലനും വിദ്യാലക്ഷ്മി ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞു എന്നുള്ളത് നേരാണ്. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞെന്താന്നറിയാമോ? സത്യഭാമയുടെ വീട്ടിലോട്ട് ഞങ്ങളെ ഒന്ന് ക്ഷണിക്കുമെന്ന് ഓർത്ത് എത്ര നാളായി ഞങ്ങൾ നോക്കിയിരിക്കുന്നു. ഇതുവരെ വിളിച്ചില്ല. തിങ്കളാഴ്ച മെയ്ദിനല്ലേ, ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് വന്നാലോ? അത് ശരിയാ. നമ്മളിങ്ങനെ ഓഫീസും കോടതിയായിട്ടൊക്കെ നടക്കല്ലേ, വല്ലപ്പോഴും ഒരു ചേഞ്ച് വേണ്ടേ?
എനിക്ക് താല്പര്യമുള്ള കാര്യം തന്നെ നിങ്ങൾ പറഞ്ഞത്. നിങ്ങളെ വീട്ടിലേക്ക് വിളിച്ചൊരു സദ്യ തരണമെന്ന് ഞാൻ പല പ്രാവശ്യം കരുതിയതാ. പക്ഷേ എന്തു പക്ഷേ ഇത്തവണ ഞങ്ങൾ അതങ്ങ് തീരുമാനിച്ചു. അത് സത്യബാല, പ്രശ്നം എന്താന്ന് വെച്ചാലേ തിങ്കളാഴ്ച ഞാനും മോഹനേട്ടന്റെ വീട്ടിലുണ്ടാവില്ല. അയ്യോ, ഈ തകസ്താറുടെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടേ. 2 ആഴ്ച മുന്നേ പറഞ്ഞതാ. മോഹനേട്ടനും തകസ്താരും തമ്മിലുള്ള അടുപ്പം നിങ്ങൾക്കൊക്കെ അറിയാവുന്നല്ലേ. എങ്ങനെയാ അപ്പൊ പോകാതിരിക്കുക? ഞാനില്ലാതെ ഇങ്ങനൊരു സ്ഥലത്ത് മോഹനേട്ട് പോവില്ല. അതുകൊണ്ട് തിങ്കളാഴ്ച ഒരു രക്ഷയില്ല. അല്ല, അവധി ദിവസം പിന്നെ വരുമല്ലോ. അപ്പൊ നോക്കാം. എന്തായാലും നിങ്ങളെയൊക്കെ വിളിച്ചൊരു സദ്യ തന്നിട്ടുണ്ട്. ബാക്കി കാര്യം തകസ്താരുടെ വീട്ടിൽ പോകണമെന്ന് കള്ളം പറഞ്ഞ് സത്യവാലിനെയും വിദ്യാലക്ഷ്മിയൊക്കെ ഞാൻ ഒഴിവാക്കിയതേ മോഹനേട്ടനെ പോലെ കാശ് മുടക്കാനുള്ള മടി കൊണ്ടല്ല. വല്ലപ്പോഴും കിട്ടുന്ന ഒരു അവധി ദിവസം മുഴുവൻ നേരവും മോഹനേട്ടനോട് ഇരിക്കാനുള്ള ആഗ്രഹം കൊണ്ടാ. അതിനിടെ സത്യവാലിനും വിദ്യാലക്ഷ്മിയും കയറി വന്ന് നമ്മുടെ സ്വർഗത്തിലെ കട്ടുമാവേണ്ട കാര്യം എന്താ? പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് അമ്മാവും വന്നു. സാരമില്ല, അമ്മാവനെ നമുക്ക് കട്ടുറുമ്പായിട്ടൊന്നും കൂട്ടണ്ട. അമ്മാവൻ ഒരു അമ്മാവനല്ലേ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് കാശ് ചെലവാക്കുന്നതിനേക്കാൾ വലിയ സങ്കടങ്ങളൊന്നും വില്ലേജ് ഓഫീസർക്കില്ല. എങ്ങനെയൊക്കെയാണ് ആവശ്യങ്ങളെന്ന് ആ മഹാൻ തന്നെ തീരുമാനിക്കും എന്നതാണ് പ്രശ്നം. ആദ്യം അനാവശ്യമായി തോന്നിയൊരു കാര്യം പെട്ടെന്ന് ആവശ്യമായി മാറിയത് കൊണ്ടുണ്ടായ അമ്പരപ്പോടെ ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.